കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ DNB ഹാൾ നവീകരണത്തിൽ ക്രമക്കേടെന്ന് വിജിലൻസ് കണ്ടെത്തൽ. വിശദമായ അന്വേഷണം വേണമെന്ന പ്രാഥമിക റിപ്പോർട്ടിലെ ശുപാർശ ഉന്നത ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. DNB ഹാൾ നവീകരണത്തിൽ വ്യാപക അഴിമതി നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ്യിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന നിർമ്മിതി കേന്ദ്രയുടെ കോഴിക്കോട് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് തുക അനുവദിച്ചതിലടക്കം ചട്ടലംഘനം കണ്ടെത്തിയത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. മെഷർമെന്റ് ബുക്കിൽ ഹാൾ പൊളിക്കുന്നതിന് മുമ്പുള്ള അളവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. തടി ജനൽ ഫ്രെയിമുകൾ, ഗ്ലാസ് വാതിലുകൾ എന്നിവ പഴയത് തന്നെ നിലനിർത്തിയപ്പോൾ മെഷർമെന്റ് ബുക്കിൽ പുതിയത് സ്ഥാപിച്ചതായാണ് രേഖപ്പെടുത്തിയത്. മെഷർമെന്റ് ബുക്കിൽ പറയുന്നത് പോലെ ഉയർന്ന നിലവാരമുള്ള കണ്ണാടികളല്ല ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പടിക്കെട്ട് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്കും ഗുണനിലവാരമില്ല. ഇത്തരം നിർമ്മാണങ്ങൾക്ക് തുക മുൻകൂർ നൽകരുതെന്നാണ് ചട്ടമെങ്കിലും നിർമ്മിതി കേന്ദ്രയുടെ അക്കൗണ്ടിലേക്ക് പണം മുൻകൂർ കൈമാറിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ബീച്ച് ആശുപത്രി സൂപ്രണ്ട് ഇറക്കിയ ഉത്തരവുകളും ട്രഷറി ബില്ലുകളും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിന്നൽ പരിശോധനയിൽ 7 പ്രധാനപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നും ഇതിന്റെ വ്യാപ്തി അറിയാൻ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്നും ഇതിനായി അനുമതി നൽകണമെന്നും ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരമേഖലാ സൂപ്രണ്ടിന് റിപ്പോർട്ട് കൈമാറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നും തന്നെയും സ്വീകരിച്ചിട്ടില്ല. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് തുടരന്വേഷണം മരവിപ്പിച്ചതായുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.